ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ മട്ടൺ മപ്പാസാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ മട്ടണാണ് എടുത്തിരിക്കുന്നത്. ആദ്യം മാരിനേറ്റ് ചെയ്യുകയാണ്. മാരിനേറ്റ് ചെയ്യുന്നതിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എപ്പോഴും ഏത് മീറ്റും കറി വെക്കുമ്പോൾ അതിന് മുൻപ് കുറച്ച് സമയത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. 1/2 മണിക്കൂർ നേരത്തേക്ക് മൂടി മാറ്റി വെക്കുകയാണ്. മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇതിനെയും പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. വേവിക്കുന്ന പാത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ഇറച്ചി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങളെ നന്നായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിൽ മാരിനേറ്റ് ചെയ്തത്. പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിൽ ഇറച്ചിയിൽ ചേർക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത്. കുക്കറിൽ നിന്നും ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഞാൻ വെയിറ്റ് വെക്കുകയാണ്. വെയിറ്റ് വെച്ച് ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലാക്കി ഒരു 10 മിനിറ്റാണ് വേവിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു. സ്റ്റൗ ഓഫാക്കി കുക്കർ സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. കുക്കർ തണുക്കുന്ന സമയത്ത് ഇറച്ചിക്കുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റിയെടുക്കാം. ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഈ പാനിലേക്ക് 2 വലിയ സവോള നീളത്തിൽ അരിഞ്ഞത്, 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 6 വലിയ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 4 എരിവുള്ള പച്ചമുളക്, സ്വല്പം കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവോള വഴറ്റാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഗരം മസാലപ്പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്ത് ഇറച്ചി ചേർക്കാൻ പോകുന്നു. ഈ ഇറച്ചി ഇപ്പോൾ ഒരു 3/4 ഭാഗമേ വെന്തിട്ടുള്ളൂ. ബാക്കി വേകുന്നത് ഈ മൂപ്പിച്ച് സവോളയിൽ കിടന്നാണ്. ഇനിയും മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇത് വേഗം തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. സ്വല്പം കൂടി വേകാനുണ്ട്. മൂടി വെച്ച് ഇനിയും വേവിക്കണം. വെന്തോന്ന് നോക്കട്ടെ. ഒരു മാതിരി വെന്തിട്ടുണ്ട്. ഇനി ഒരു 5-8 മിനിറ്റും കൂടി മാത്രമേ വേവിച്ചാൽ മതി. ആ സമയത്ത് ഞാനൊരു വലിയ പൊട്ടാറ്റോയാണ് ചേർക്കുന്നത്. ഇനിയും ഒരു 5-8 മിനിറ്റും കൂടി വേവിച്ചാൽ മതി. അപ്പോൾ പൊട്ടറ്റോയും വെന്തിരിക്കും. പൊട്ടാറ്റോയും ഇറച്ചിയും കൂടെ വേകുന്ന സമയത്ത് സ്വല്പം മല്ലിപ്പൊടി മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അത് ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സ്വല്പം ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുകയാണ്. ഇറച്ചിയിൽ ഡ്രൈ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതിന് പകരം ഇതുപോലെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ട് മൂപ്പിച്ച് ചേർക്കുകയാണെന്ന് വരിൽ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും. പൊട്ടാറ്റോ ചേർത്തതിന് ശേഷം 15 മിനിറ്റ് വേവിച്ചു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇറച്ചിയും പൊട്ടാറ്റോയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ മല്ലിപ്പൊടി മൂപ്പിച്ച് ചേർക്കുകയാണ്. മല്ലി മൂപ്പിക്കുന്നതിന് ഈ ചീൻചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 3 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തത്. ഉള്ളി സ്വല്പം വഴന്ന് കഴിഞ്ഞിട്ട് വേണം ഉണക്കമുളക് ചേർക്കാൻ, അല്ലെങ്കിൽ ഉണക്കമുളക് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ 3 ഉണക്കമുളക്, സ്വല്പം കറിവേപ്പില, ഇനി ഇതിലേക്ക് ചേർക്കുന്നത്
നമ്മൾ കുഴച്ച് വെച്ച മല്ലിപ്പൊടിയാണ്. മല്ലി ചേർത്ത് ഒരു 3-4 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ടൊമാറ്റോയും കൂടി ചേർത്ത് കഴിഞ്ഞ് ഈ മസാല നന്നായിട്ട് മൂക്കണം. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്തു ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. രണ്ട് കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഈ തേങ്ങാപ്പാൽ ഇനിയും ഇറച്ചിയിലേക്ക് ചേർക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് ഇറച്ചി നന്നായിട്ട് ചൂടാകണം. തിളയ്ക്കരുത്, ആവി പൊങ്ങുന്നിടം വരെ ചൂടാക്കണം. ഈ കറിയിൽ മുളക് പൊടി ചേർത്തിട്ടേ ഇല്ല. മപ്പാസ് സാധാരണ വെക്കുന്നത് മുളക് പൊടി ചേർക്കാതാണ്. പച്ചമുളകും കുരുമുളകുമാണ് എരിവിന് വേണ്ടി സാധാരണ ചേർക്കുന്നത്. ആവി പൊങ്ങി വരുന്നുണ്ട്. ഇനി ലാസ്റ്റിൽ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിയും 1/2 ടീസ്പൂൺ വിനീഗറും കൂടിയാണ് ചേർക്കുന്നത്. ഈ വിനീഗർ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട, ഇത് ഓപ്ഷണലാണ്. ഇതുപോലെയുള്ള മപ്പാസ് കറിക്ക് ഇറച്ചിയുടെ ഫ്ലേവർ കൂടുതൽ കിട്ടുന്നത് സ്വല്പം വിനീഗർ ചേർക്കുന്നതുകൊണ്ടാണ്. വിനീഗർ ചേർക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇനി ലാസ്റ്റിൽ ഇതിൽ സ്വല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. മട്ടൺ മപ്പാസ് കറി റെഡിയായി.